നമുക്ക് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് കറണ്ട് അസറ്റ് ആണ്, ഇത് ക്വിക്ക് അസറ്റ് ആണ്, ഇത് കറണ്ട് ലയബിലിറ്റി ആണ്, ഇത് കറണ്ട് ലയബിലിറ്റി ആണ്, ഇത് സ്റ്റോക്ക് ആണ്. ഇത്രയും കാര്യങ്ങളെ തന്നത്. അപ്പം ഈ കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് കിട്ടും. നമുക്ക് ഇക്വേഷൻ ആണ് അല്ലെ, കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വാല്യൂസ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എമൗണ്ട് തന്നിട്ടില്ല, അതിന്റെ റേഷ്യോ ആണ് 1.6 മൈനസ് ക്വിക്ക് അസറ്റിന് നമുക്ക് എന്താണ് അതിന്റെ റേഷ്യോ തന്നത് എത്രയാണ്? 1.1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 50,000. കാരണം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, എത്ര റേഷ്യോ ആണെന്ന് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 1.6 മൈനസ് 1.1 ഈസ് ഈക്വൽ ടു 0.5 ഈസ് ഈക്വൽ ടു 50,000. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്തെത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. എന്താ കണ്ടുപിടിക്കുന്നത്? കറണ്ട് ലയബിലിറ്റി. അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിന്റെ വാല്യൂ എത്രയാ? 1 ആണ് അല്ലെ? എത്രയാണ്? 1 ആണ്. അപ്പൊ കറണ്ട് ലയബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഫിസിക്കൽ ടു എന്താ നമ്മുടെ ബേസ് ഉള്ളത്? നമ്മളെ കയ്യിലുള്ള ബേസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. എത്ര? 50,000. ഓക്കെ, 50,000 എന്ന് പറയുന്നത് എന്താണ്? 0.5 ആണ് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 1 ആണ് കിട്ടേണ്ടത് അല്ലെ? 1 ആണ് കിട്ടേണ്ടത്. സോ ഇൻടു 1 divided by 0.5. 1 divided by 0.5 is equal to 1 lakh rupees. Is equal to 1 lakh rupees. നമ്മൾ ഏത് വാല്യൂ കണ്ടുപിടിച്ചത്? കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ എടുത്തു. ഈ വാല്യൂ 1 എവിടുന്നാണ് കിട്ടിയത്? ഇവിടുന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിൽ കറണ്ട് അസറ്റ് ഏതാന്ന് കണ്ടുപിടിക്കണം. ഏതാ? 1.6 ആണോ 1 ആണോ 1.1 ആണോ കറണ്ട് അസറ്റ്? 1.6 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എത്രയാണ്? 1.6. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? 1.6 ഉപയോഗിക്കും. സോ ഈസ് ഈക്വൽ ടു 50,000 ഇൻടു 1.6 ഡിവൈഡ് ബൈ ഇതിന്റെ വാല്യൂ എത്രയാ? 0.5 തന്നെയാ അല്ലെ? 0.5 ഈസ് ഈക്വൽ ടു 1,60,000. 1,60,000. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. 0.5 നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടതാ. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് 0.5 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ് അസറ്റ്. ഓക്കെ, ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ്. ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ്. അപ്പൊ നമുക്ക് എവിടെയാ അതിന്റെ വാല്യൂ ഉണ്ടാവുക? നമ്മൾ ക്വിക്ക് റേഷ്യോ നോക്കണം. ക്വിക്ക് റേഷ്യോയിൽ ആദ്യം കാണുന്നതായിരിക്കും എന്ത്? ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമ്മൾ ഇതേ വാല്യൂ ഉപയോഗിച്ചു 50,000 ഇൻടു 1.1 divided by 0.5 is equal to 1,10,000. 1,10,000. 1,10,000. ഓക്കെ, നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ? സോ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ is equal to കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. is equal to കറണ്ട് അസറ്റ് എത്രയാ വന്നത്? 1,60,000 അല്ലെ? 1,60,000 മൈനസ് കറണ്ട് ലയബിലിറ്റി 1 lakh is equal to 60,000. This is working capital. അപ്പം ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ അല്ലെ? നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഏരിയ എത്രയുണ്ട്? നമ്മൾ ചിന്തിക്കാനുള്ള ഏരിയയും കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു തവണ കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.